പ്രേംചന്ദിൻ്റെ ഡെലിവറൻസ് എന്നുള്ളതാണ് നെക്സ്റ്റ് വർക്ക്. മുൻഷി പ്രേംചന്ദ് ഫാദർ ഓഫ് മോഡേൺ ഹിന്ദി ഉറുദു ഫിക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സോഷ്യൽ റിയലിസത്തിൻ്റെ പയനീറാണ് ആര്? മുൻഷി പ്രേംചന്ദ് ആസ് എ റൈറ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് കൂടുതലും പോവേർട്ടി, കാസ്റ്റ് ഒപ്രഷൻ, റൂറൽ ലൈഫ്, സോഷ്യൽ ഇൻജസ്റ്റിസ് ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഫേമസ് വർക്ക്സ് മുൻഷി പ്രേംചന്ദിനെ എന്ന് പറയുമ്പോൾ ഗോദാൻ, കഫാനൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഡെലിവറൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡെലിവറൻസിൻ്റെ ഹിന്ദി സദ്ഗതി എന്ന് പറയും, അതായത് സാൽവേഷൻ, ഗുഡ് ഡെത്ത് എന്ന് പറയും. അതൊരു പവർഫുൾ സോഷ്യൽ ക്രിട്ടിക്കാണ്. അത് സൊസൈറ്റി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ഇതാണ്. അപ്പം ഡെലിവറൻസ് അല്ല അഥവാ സദ്ഗതി. അപ്പോൾ ഇവിടെ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചും റിലീജിയസ് ഹിപ്പോക്രസിയെക്കുറിച്ചും പൂറായിട്ടുള്ള ആളുകളെ എങ്ങനെ ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ക്യാരക്ടറിൻ്റെ പേര് ദുഃഖി. ദുഃഖി എന്ന് പറയുന്ന ഒരു പുവർ ടാനറാണ്, ലോ കാസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ബ്രാഹ്മൺ പ്രീസ്റ്റ് ആയിട്ടുള്ള പണ്ഡിറ്റ് ഗാസി റാമിനെ വിസിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഇദ്ദേഹത്തിന് മകളുടെ മാരേജിന് വേണ്ടി ഒരു ഡേറ്റ് എടുക്കണം. അതിന് വിസിറ്റ് ചെയ്യാൻ പോവാണ് ഒരു ബ്രാഹ്മൺ പ്രീസ്റ്റിനെയാണ് ദുഃഖി കാണാൻ പോകുന്നത്. ലോ കാസ്റ്റാണ്. വളരെ പേടിയോടെയും നാണക്കേടോടുകൂടിയാണ് ഇയാൾ പോയി ആരെ കാണുന്നത്? ബ്രാഹ്മൺ പ്രീസ്റ്റിനെ കാണുന്നത്. അപ്പോൾ ദുഃഖിയും വൈഫിൻ്റെ പേര് ജൂറിയ. അവർ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ പ്യൂരിറ്റിയുടെ കാര്യത്തിലൊക്കെ ഇവർ ഭയങ്കര വറീഡാണ്. എന്നുവെച്ചാൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ്റെ ആ ഒരു ഇൻറ്റേർണലൈസേഷനാണ് ഇവിടെ കാണിക്കുന്നത്. എന്നുവെച്ചാൽ കല്യാണത്തിന് ആളുകൾ വരുമ്പോൾ ഒരു ദളിതൻ്റെ കല്യാണമാണല്ലോ. സോ ഫുഡിൻ്റെ പ്യൂരിറ്റിയെക്കുറിച്ച് ഇനി വഴക്കാവുമോ? സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഇവർ റിച്ച് ആൻഡ് പുവർ അല്ലെങ്കിൽ ഈ ഹൈ കാസ്റ്റ് ലോ കാസ്റ്റിനെ കൂടി ഇരിക്കുമോ? ഓരോരുത്തരെ ആരെയൊക്കെ ഫ്രണ്ടിൽ ഇരുത്തണം എന്നൊക്കെയുള്ള കാര്യത്തിൽ വൈഫും നമ്മുടെ ദുഃഖിയുടെ വൈഫായിട്ടുള്ള ജൂലിയയും ഭയങ്കര ടെൻസ്ഡായിട്ട് നിൽക്കുവാണ്. അതിൻ്റെ ദുഃഖി എന്താണ്? ഒരു ഗിഫ്റ്റായിട്ട് ഗ്രാസ് ആണ് ആർക്ക് കൊടുക്കുന്നത്? പണ്ഡിറ്റിൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊടുക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് ഹിം, പണ്ഡിറ്റ് എന്താണ് ചെയ്യുന്നത്? മുറ്റത്ത് പോയി സ്വീപ്പ് ചെയ്യാനും ഫ്ലോർ പ്ലാസ്റ്റർ ചെയ്യാനും വുഡ് ചോപ്പ് ചെയ്യാനും കാറ്റലിന് സ്ട്രോ ഒക്കെ പിച്ചാനും ഒക്കെ പറയുകയാണ് ചെയ്യുന്നത്. കല്യാണം വിളിക്കാൻ പോയ ആളെ കൊണ്ട് ഇയാൾ എന്ത് ചെയ്യുവാണ്? ജോലി മൊത്തവും ചെയ്യിപ്പിക്കുവാണ്. എന്നുവെച്ചാൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള അൺപെയ്ഡ് ലേബർ. അയാൾ ഇന്ന കാസ്റ്റിൽ പെടുന്ന ആളായതുകൊണ്ട്, ഒരു ദളിതനായതുകൊണ്ട് സ്വന്തം മകളുടെ കല്യാണം വിളിക്കാൻ ഡേറ്റ് എടുക്കാൻ പോയ മനുഷ്യനെ കൊണ്ട് അവിടെ കിടന്ന ജോലി ഫുൾ ആര് ചെയ്യിപ്പിക്കുകയാണ്? ഈ ബ്രാഹ്മൺ പ്രീസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ദുഃഖി ഓൾ ഡേ വർക്ക് ചെയ്തു, വിത്തൗട്ട് എനി ഫുഡ് ആൻഡ് വിത്തൗട്ട് എനി റെസ്റ്റ്. ഭയങ്കര ഹങ്കറുണ്ട്, അയാൾക്ക് ഭയങ്കര വിശപ്പുണ്ട്. പക്ഷെ പണ്ഡിറ്റ് എന്ത് ചെയ്യാണ്? പ്രോപ്പറായിട്ട് ഇയാൾക്ക് ഫീഡിങ്, അതായത് ഫുഡ് പോലും കൊടുക്കുന്നില്ല. ആൻഡ് ദുഃഖി അവസാനം ഒരു പൈപ്പ് ലൈറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് സിഗരറ്റ് വലിക്കാൻ പൈപ്പ് ലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫയർ ചോദിക്കുന്നു. പണ്ഡിറ്റിൻ്റെ വൈഫ് ഇൻസൾട്ട് ചെയ്തിട്ട് ഒരു ബേണിംഗ് വുഡ് ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ അദ്ദേഹം ക്ഷമിച്ചു, അദ്ദേഹത്തിൻ്റെ ഫെയ്റ്റ് ആണെന്നും പറഞ്ഞ് ദുഃഖി പിന്നെയും കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യുവാണ്. ഹങ്കറും വീക്ക്നെസ്സും ഹീറ്റും എല്ലാം സഹിച്ചുകൊണ്ടാണ്, സഫർ ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്രാഹ്മണ ആയതുകൊണ്ട് ഇയാൾ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, പേടിച്ചിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറുത്തൊന്നും പറയാതെ. അപ്പോൾ ഒരു കട്ടിയുള്ളൊരു വുഡ് ചോപ്പ് ചെയ്യുമ്പോൾ ദുഃഖി കൊളാപ്സ് ചെയ്ത് അവിടെ കിടന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ സ്ലോ ആയിട്ടും പെയിൻഫുള്ളായിട്ടും വളരെ ഇഗ്നോർഡായിട്ടൊരു ഡെത്തായിരുന്നു ദുഃഖിയുടെ ഇത്. ആഫ്റ്റർ ഹിസ് ഡെത്ത് പണ്ഡിറ്റ് വറീഡ് ആവുകയാണ്. നോട്ട് അബൌട്ട് ദുഃഖീസ് ഡെത്ത്. ആ ഒരു ദുഃഖി അവിടെ കിടന്നാണല്ലോ മരിച്ചത്. സോ കാസ്റ്റ് റൂൾസ് അനുസരിച്ച് ഇവർക്ക് ഒരു ലോ കാസ്റ്റിൻ്റെ ഡെഡ് ബോഡി എടുക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, പ്യൂരിറ്റി ഇഷ്യൂസ് വരുന്നു. അവിടെയൊക്കെ ഇനി പ്യുവർ ആക്കണം. അപ്പോൾ ആ ഒരു ഇൻകൺവീനിയൻസ് കൊണ്ട് ദുഃഖിയുടെ ഡെത്ത് പോലും അൺടച്ചബിളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ വറി. അയാൾ മരിച്ചതിൻ്റെ ഒന്നുമല്ല. ഫൈനലി പണ്ഡിറ്റിന് ഈ ബോഡി ഡിസ്പോസ് ചെയ്യണം. സോ ഇദ്ദേഹം ഒരു കയറ് വെച്ച് കെട്ടിയാണ്, ഡ്രാഗ് ചെയ്യുകയാണ്, വലിച്ചഴയ്ക്കുകയാണ് ഈ ഡെഡ് ബോഡി. എന്നിട്ട് വില്ലേജിൻ്റെ വെളിയിൽ കൊണ്ടുപോയി എറിയുകയാണ് ചെയ്യുന്നത് ഈ പണ്ഡിറ്റ്. ഈ ബോഡി ആനിമൽസും ബേർഡ്സും വന്ന് തിന്നു. അപ്പോൾ ഇതാണ് ഡെലിവറൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ട്രാജിക് എൻഡ് വിത്തൗട്ട് എനി ഡിഗ്നിറ്റി. അയാൾക്കൊരു വളരെ ദാരുണമായ മരണമായിരുന്നു, ഒരു ഡിഗ്നിറ്റിയും ഇല്ലാത്ത, ഒരു ഗുഡ് ഡെത്തായിരുന്നു ഇയാൾക്ക് ഇല്ല. സോ ഇതാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. വളരെ ട്രാജഡി ആയിട്ട് നമുക്ക് ഭയങ്കര വിഷമമാവുന്ന രീതിയിലുള്ളൊരു സ്റ്റോറിയാണ് അല്ലേ ഇത്. പിന്നെ അത് ദുഃഖി എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ പുവറാണ്, ഒബീഡിയൻ്റ് ആണ്, സബ്മിസീവ് ആണ്. ഇയാൾ ലോ കാസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അയാളുടെ ട്രാജഡി ഇൻജസ്റ്റിസിനെ അയാൾ വളരെ നാച്ചുറലായിട്ട്, അനീതിക്കെതിരെ ഇയാൾ പോരാടാതെ, ഇയാൾ ശബ്ദമുയർത്താതെ, ഇത് വളരെ നാച്ചുറലായിട്ട് ഇയാൾ തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഇയാൾ ഇത്രയും ജോലി, ഫുഡും വെയിലും വെള്ളവും ഒക്കെ ഇത് സഹിച്ചിട്ട് ഇയാൾ വെള്ളം കുടിക്കാതെയും ദാഹിച്ചും ഒക്കെ നിന്നുകൊണ്ടാണ് ഇയാൾ മരിച്ചു പോയത് അല്ലേ. ഈ പണ്ഡിറ്റ് എന്ന് പറയുന്ന ആളൊരു ഹിപ്പോക്രിറ്റിക്കൽ ബ്രാഹ്മണാണ്. ഭയങ്കര ഒബ്സസ്ഡ് ആണ് കാസ്റ്റിൻ്റെ കാര്യത്തിലും ഒക്കെ.
ഇയാൾ മോറലി കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇയാളെന്നാൽ ആലോചിക്കണം, അവർ ഡേറ്റ് എടുക്കാൻ വന്നതാണ്. അപ്പം കിട്ടിയ ചാൻസ് ഇയാളങ്ങ് എന്ത് ചെയ്യാണ്, മുതലാക്കിയതാണ്. കാരണം ഇവർക്കൊന്നും പൈസ കൊടുക്കണ്ട, വേറെ കാസ്റ്റ് ആയതുകൊണ്ട്, ലോ കാസ്റ്റ് ആയതുകൊണ്ട്. പണ്ഡിറ്റിൻ്റെ വൈഫും വളരെ ക്രൂവൽ ആൻഡ് കാസ്റ്റ് കോൺഷ്യസ് ആണല്ലേ. അവർ ബേണിംഗ് വുഡ് എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നതിൻ്റെ ദേഹത്തോട്ട്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, ഡെലിവറൻസ് അഥവാ സദ്ഗതി. അതെന്തിനെയാണ് കാണിക്കുന്നത്? റിയാലിറ്റിയിൽ സദ്ഗതി അല്ലെങ്കിൽ ഡെലിവറൻസ് എന്ന് വെച്ചാൽ മോക്ഷം എന്നുള്ള മീനിങ് ആണ്. പക്ഷേ റിയാലിറ്റിയിൽ അവിടെ അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയ മരണമാണോ? അല്ല. വളരെ ബ്രൂട്ടലായിട്ടും അൺഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഡെത്തുമാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? ഈ ഒരു ക്യാരക്ടറിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സിമ്പിൾസ് യൂസ് ചെയ്യുന്നു വെച്ചാൽ ലോഗ് ഓഫ് വുഡ്, അത് ആ ഒപ്രഷനെ അല്ലെങ്കിൽ ബേർഡനെ കാണിക്കുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് വിറക് കീറാൻ പറഞ്ഞത് ഹങ്കർ അല്ലെങ്കിൽ വിശന്നിട്ടാണ് വിറക് കീറുന്നത്. പോവേർട്ടി അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനെ കാണിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അല്ലേ, ഒരു വളരെ ഡീഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് അല്ലേ ഇദ്ദേഹം മരിക്കുന്നത്. അതുപോലെ തന്നെ ഡെഡ് ബോഡി എടുത്ത് വെളിയിൽ എറിയുകയാണ് ചെയ്യുന്നത്. ആനിമൽസും ബേർഡ്സും എല്ലാം ഫീഡ് ചെയ്യുവാണ് ഡെഡ് ബോഡിക്കകത്ത്. അപ്പോൾ ഇത് വളരെ ഹാർഷായിട്ടുള്ളൊരു റൂറൽ റിയാലിറ്റിയെക്കുറിച്ചാണ് പ്രേംചന്ദ് ഇതിനകത്ത് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിലിജൻ എന്ന് പറയുന്നത് വളരെ എക്സ്പ്ലോയിറ്റേറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാസ്റ്റ് ഒപ്രഷനുണ്ട്, പുവർ എക്സ്പ്ലോയിറ്റേഷനുണ്ട് അല്ലേ, അൺപെയ്ഡ് ലേബറാണ്. പണ്ഡിറ്റ് എന്താണ്, റിച്വൽസൊക്കെ പെർഫോം ചെയ്യുന്ന ആളാണ്, പക്ഷേ അയാൾക്ക് കമ്പാഷൻ ഇല്ല. ഡിഗ്നിറ്റി പോലും മരണത്തിൽ പോലും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ദുഃഖിക്ക്. അപ്പോൾ ദുഃഖിയുടെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ട്രാജഡിയാണ് ഇവിടെ ഹാപ്പൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാസ്റ്റ്, റിലിജൻ, പവറിൻ്റെ ഇൻ്റർസെക്ഷനാണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള അൺഫർഗറ്റബിൾ ആയിട്ടുള്ളൊരു എൻഡിങ് ആണ് ഈ ഒരു സ്റ്റോറിക്ക് പ്രേംചന്ദ് കൊടുത്തിരിക്കുന്നത് അല്ലേ. കാസ്റ്റ് ബേസ്ഡ് ഒപ്രഷനും റിലീജിയസ് ഹിപ്പോക്രസിയും. പ്രീസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളാണ്, പക്ഷേ അയാൾക്ക് കമ്പാഷൻ ഉണ്ടോ? ഇല്ല. മരിച്ചിട്ട് പോലും അയാൾക്കൊരു കമ്പാഷൻ പോലും ആൾക്ക് ആരുടെ കാണിക്കാൻ പറ്റുന്നില്ല. ഇയാളുടെ അടുത്ത് കാണിക്കാൻ ആർക്ക് പറ്റുന്നില്ല? നമ്മുടെ പിന്നെ പ്രീസ്റ്റിന് കാണിക്കാൻ പറ്റുന്നില്ല. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലീജിയസ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. വെളിയിൽ അമ്പലത്തിലൊക്കെ ഭയങ്കര ഇതായിട്ടും അവസാനം കാണിക്കുന്നത് എന്താണ്, വേറെ രീതിയിലാണുള്ളൊരു പെരുമാറ്റവുമാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് റിലീജിയസ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്.